എന്നിട്ട് എസ് പ്രസ് ചെയ്യുക. എസ് പ്രസ് ചെയ്യുക നമുക്ക് വ്യൂ പോർട്ടിൻ്റെ ഏറ്റവും മേളിൽ ഇവിടെ കാണാം, ലെഫ്റ്റ് സൈഡിൽ സ്കെയിൽ വാല്യൂസ് എക്സ് വൈ സെഡ് മൂവ് ചെയ്യുന്നത് കാണാം. നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂവിനകത്ത് നിൽക്കണം. ഇപ്പോൾ അവിടെ കാണുന്ന സ്കെയിലിംഗ് എന്ന് പറയുന്നത് 0.89 ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ മെനുവിൽ ഫയൽ എഡിറ്റർ എൻ്റർ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും സ്കെയിൽ എക്സ് വൈ സെഡ്. സോ ഇതായി കാണുന്ന ഏരിയ അതിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്കെയിൽ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ അത് കാണുള്ളൂ. സോ ഇവിടുത്തെ വാല്യൂ 0.9 ആണ്. ഞാനിപ്പോൾ ഏറ്റവും ചെറുതാക്കണമെങ്കിൽ 0.6 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർന്ന് ആയതുകൊണ്ടും ക്യൂബ് ആയതുകൊണ്ട് സ്കെയിൽ വാല്യൂ എക്സിൻ്റെ വൈൻ്റെയും സെഡിൻ്റെയും സെയിം വാല്യൂ ആയിരിക്കും. ഞാനപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് 0.5. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. എന്ന് വെച്ചാൽ സ്കെയിലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അക്യുറേറ്റ് ആയിട്ടൊരു വാല്യൂ നമുക്ക് കൊടുക്കണമെങ്കിൽ ബ്ലെൻഡറിൽ ഒരു ഒബ്ജക്റ്റിന് അങ്ങനെയും നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവിടെ 3 കാര്യങ്ങൾ ഓർക്കുക. GRS, G ഫോർ ഗ്രാബ് മീൻസ് മൂവ് ചെയ്യാനായിട്ട്, R ഫോർ റൊട്ടേറ്റ്, S ഫോർ സ്കെയിൽ. ഈ 3 കാര്യങ്ങൾ 3 ഹോട്ട് കീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി ഉള്ള പല കാര്യങ്ങൾക്കും ഇൻ്റർഫേസിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെടുത്ത് മാറ്റാനും മൂവ് ചെയ്യാനും പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ 3 ടൂൾസ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും ഗുഡ് ബൈ ഗൈസ്.